പക്ഷെ അത് ഒറ്റ മതമാണെന്നുള്ളതാണ് പ്രശ്നം. എല്ലാ തീവ്രവാദികൾക്കും ഒറ്റ മതമാണ്. മുസ്ലിം ആണെങ്കിൽ മുസ്ലിം, അവൻ രാജ്യത്തിനെതിരാണോ അവനെ പൊക്കി അകത്താക്കണം, അവൻ അന്യമതസ്ഥർക്കെതിരാണോ അവനെ പൊക്കി അകത്താക്കണം. ഇവിടുന്ന് പോകേണ്ടവരെല്ലാം ആദ്യം അങ്ങോട്ട് പറഞ്ഞു വിടുക, എന്നിട്ട് പാകിസ്ഥാനെ ഇല്ലാതാക്കുക. അതായിരിക്കും ഏറ്റവും നല്ലത്. കാര്യം എന്താണ്, ഇങ്ങനെയുള്ളവനെയൊക്കെ പൊക്കി അകത്താക്കണമെന്നേ. ഇങ്ങനെയുള്ള സ്ലീപ്പർ സെല്ലുകളാണ് കേരളത്തിലെ ഏറ്റവും വലിയ അപകടം. നമസ്കാരം. ഹിന്ദു മഹാസമ്മേളനത്തിൻ്റെ വേദിയിലാണ്. ഹിന്ദു മഹാസമ്മേളനം 1-ാം ദിവസം ഇന്നിപ്പോൾ പകുതി പിന്നിട്ടിരിക്കുകയാണ്. ഈ വേദിയിലും വളരെയധികം ആഘോഷമായി നടക്കേണ്ട ഈ വേദിയിലും ഒരല്പം ദുഃഖം നിൽക്കുന്നത് ഇന്നലെ കാശ്മീരിലുണ്ടായ അനിഷ്ട സംഭവങ്ങളുടെ പശ്ചാത്തലത്തിലാണ്. 27 പേരുടെ ജീവനാണ് അവിടെ ഹിന്ദു എന്നുള്ള പേരിൽ ഹോമിക്കപ്പെടേണ്ടി വന്നത്. അതിനെതിരെ ശക്തമായ ഒരു പ്രതിഷേധം തന്നെയാണ് ഹിന്ദു സമ്മേളന വേദിയിലെയും അലയടിക്കുന്നത്. നമുക്ക് എന്തായാലും ഹിന്ദു സമ്മേളന വേദിയിൽ പങ്കെടുക്കാൻ എത്തിയ അഡ്വക്കേറ്റ് കൃഷ്ണരാജുണ്ട്. അദ്ദേഹത്തോട് നമുക്കിതിൻ്റെ വിവരങ്ങൾ ആരായാം. ഈ ഒരു സംഭവത്തെ എങ്ങനെ അദ്ദേഹം നോക്കിക്കാണുമെന്ന് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. ഭാരതത്തിനെതിരെയുള്ള ആക്രമണങ്ങൾ ആദ്യമല്ല, പക്ഷേ ഈ ഹിന്ദുവാണോ എന്ന് ചോദിച്ച് ആക്രമിക്കുന്ന ഒരു ശൈലി അത് ഇപ്പോൾ സർവ്വസാധാരണമായിക്കൊണ്ടിരിക്കുന്നു. അത് എത്രയൊക്കെ ഇല്ലെന്ന് പറഞ്ഞാലും നമ്മളത് മറച്ചു വെച്ചിട്ടും കാര്യമില്ല. അങ്ങനെ തന്നെ ഒരു വർഗീയതയിലേക്ക് തന്നെ പോകുന്നു. കൂടെയുള്ള മുസ്ലിമുകളെ തൊടാതെ ഹിന്ദുക്കളുടെ പേര് ചോദിച്ച് കൊല്ലുന്ന ഒരു സംഭവമാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത്. ഇതിനോട് എങ്ങനെ പ്രതികരിക്കും? ഈ 2014 ശേഷം ഉണ്ടായൊരു മാറ്റമാണിത്. അതായത് നിങ്ങൾ ധരിക്കുന്നുണ്ടോ ഈ തീവ്രവാദത്തിന് മതമില്ലെന്ന്? തീവ്രവാദത്തിന് മതമില്ലെന്ന് പറയുന്നത് എല്ലാ തീവ്രവാദികൾക്കും മതമുണ്ട്, പക്ഷെ അത് ഒറ്റ മതമാണെന്നുള്ളതാണ് പ്രശ്നം. എല്ലാ തീവ്രവാദികൾക്കും ഒറ്റ മതമാണ്. ഈ ഹിന്ദു ആണോ എന്ന് മതം ചോദിച്ചിട്ട് അറ്റാക്ക് ചെയ്യുന്ന വിവരം പുറത്തു വരുന്നത് 2014 ശേഷമാണ്. പക്ഷെ അതിന് മുമ്പും ഇങ്ങനെയൊക്കെ തന്നെയാണ്. കാരണം ഈ ഒരു മതം പഠിപ്പിക്കുന്നത് അന്യമതസ്ഥരോടുള്ള വിരോധമാണ്. അങ്ങനെ അതും പേറി നടക്കുന്നവർക്ക് ഇപ്പം നമ്മൾ കേരളത്തിൽ തന്നെ നോക്കൂ. ഈ ഒരു സംഭവം നടക്കുമ്പോഴത്തേക്ക് കേരളത്തിലൊരു അബിദ് അടിവാരം എന്നൊക്കെ പറഞ്ഞിട്ട് ജിഹാദികളുണ്ട്. ആ ജിഹാദികളുടെയൊക്കെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ഈ ബാക്കിയുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വരുന്ന റിയാക്ഷൻസ് നോക്കൂ. സകല മുസ്ലിങ്ങളും, അതിപ്പം നല്ല മുസ്ലിം ഏതാ ചീത്ത മുസ്ലിം ഏതാ എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്തൊരവസരത്തിലായിട്ടുണ്ട്. സകല മുസ്ലിങ്ങളും ഇത് പാകിസ്ഥാനോട് ആരും ബന്ധമില്ല, ഇവിടെ നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ് തന്നെ ഇത് ചെയ്തതാണ് എന്നുള്ള മട്ടിലാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും രാജ്യദ്രോഹപരമായി ചിന്തിക്കാനായിട്ട് കഴിയുന്നതെന്ന് വെച്ചാൽ സ്വന്തം രാജ്യത്തിനോട് ഒരു എന്താ പറയുന്നത് ഒരു സ്നേഹം, ആ സ്നേഹം ഒരിക്കലും ഉണ്ടാവില്ല. കാരണം അവർ പറഞ്ഞ ഇസ്ലാം രാജ്യമാണ് അവർക്ക് വേണ്ടത്. സോ ഇന്ത്യ എന്ന് ഇസ്ലാം രാജ്യമാകുന്നോ ശരീഅത്തിൻ്റെ കീഴിൽ ഭരിക്കുന്നു അന്നല്ലാതെ അവർക്ക് ഈ രാജ്യത്തിനോട് ഒരു കൂറും ഉണ്ടാകാൻ പോകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അത് പ്രതീക്ഷിച്ചിട്ട് കാര്യമൊന്നുമില്ല. അവർ ഇത് തന്നെയാണ്. നമ്മുടെ കാശ്മീരും കേരളവും തമ്മിൽ ഏകദേശം 56 മണിക്കൂർ യാത്രയുണ്ടെങ്കിലും ഇവിടെ സ്ലീപ്പർ സെല്ലുകൾ ധാരാളമുണ്ട്. ഇത് ഏത് സമയം കേരളത്തിൽ സംഭവിക്കാം. ഇത് 56 മണിക്കൂർ യാത്രാ ദൂരമേ ഉള്ളൂ. ഇത് ഏത് സമയം കേരളത്തിൽ നമ്മൾ പ്രതീക്ഷിച്ചിരിക്കേണ്ട അത്യാവശ്യമാണ്. കാരണം ഇത് സർവ്വസാധാരണമാണ്. നമ്മൾ പൊതുവേ പറയാറുണ്ട് ലോക സമസ്ത സുഖിനോ ഭവന്തു, ലോകത്തിന് മുഴുവൻ സുഖം ഭവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നവരാണ് നമ്മൾ ഭാരതീയർ. പക്ഷേ ഈ ഭാരതീയരെ ഇത്രയും ടാർഗറ്റ് ചെയ്യാനുള്ള ഇത് വീണ്ടും അങ്ങനെ തന്നെ വരുന്നു. ഇല്ല, അതിപ്പോൾ അത് മതം വളർത്തുക അല്ല, അങ്ങനത്തെ ഒന്നുമില്ല. പിന്നെ ലോക സമസ്ത സുഖിനോ ഭവന്തു അത് നമ്മുടെ ഒരു രാഷ്ട്രഭാരത സംസ്കാരമാണത്, നമ്മുടെ സനാതന ധർമ്മത്തിൻ്റെ ഒരു ഭാഗമാണ്. പക്ഷേ നമ്മൾ ഒറ്റ കാര്യം മനസ്സിലാക്കണം, നമ്മുടെ സനാതന ധർമ്മത്തിലെ ഭഗവാന്മാരെല്ലാം ആയുധമേന്തിയവരാണ്. അവർ അധർമ്മത്തിന് പോരാട്ടം നടത്തിയത്, യുദ്ധം നടത്തിയവരാണ്. അപ്പോൾ ആ ഒരു ശാസ്ത്രവീര്യം നമുക്ക് എല്ലാ ഹൈന്ദവർക്കും ഉണ്ട്. അതുകൊണ്ട് ഒരുപാട് കളിച്ചു കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞാൽ ചേരയും കടിക്കും, അണമുട്ടിയാൽ ചേരയും കടിക്കും എന്ന് പറഞ്ഞാൽ ആ സ്റ്റേജിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. പിന്നെ തിരിച്ച് കിടന്ന് പോകും. ഇപ്പോൾ ഗാസയിൽ കണ്ടില്ലേ, പലസ്തീനിൽ കണ്ടില്ലേ, അങ്ങോട്ട് കയറി ചുരണ്ടിയിട്ട് തിരിച്ച് കിട്ടുമ്പോഴത്തേക്ക് കിടന്ന് പോകും ഇരവാദം. ആ ഇരവാദത്തിന് വേണ്ടി തയ്യാറാക്കി ഇരുന്നോട്ടല്ലാരും എന്നാണ് എനിക്ക് പറയാം. അല്ല, അപ്പം ഇന്ത്യ ഇതിനോട് എങ്ങനെ പ്രതികരിക്കണമെന്നാണ് താങ്കൾ പറയുന്നത്? ഈ പാകിസ്ഥാൻ എന്ന രാജ്യം ഇല്ലാതായാലാണ് ഏറ്റവും നല്ലത്. വളരെ നിസ്സാരമായി സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ഇവിടുന്ന് പോകേണ്ടവരെല്ലാം ആദ്യം അങ്ങോട്ട് പറഞ്ഞു വിടുക, എന്നിട്ട് പാകിസ്ഥാനെ ഇല്ലാതാക്കുക. അതായിരിക്കും ഏറ്റവും നല്ലത്. കേരളത്തിൽ ഇപ്പം താങ്കൾ പറഞ്ഞു ഇവിടെ കാശ്മീരിൻ്റെ 56 കിലോമീറ്ററിൻ്റെ ഡിഫറൻസ് ഒക്കെ പറഞ്ഞു. ഇപ്പോഴത്തെ നിലവിലത്തെ ഒരു കേരളത്തിലെ അവസ്ഥ വെച്ചിട്ട് എന്താണ് തോന്നുന്നത് കേരളത്തിൻ്റെ? ഞാൻ പറഞ്ഞ കാശ്മീരിൽ നിന്ന് കേരളം വരെ 56 മണിക്കൂർ യാത്ര ഡ്രൈവിംഗ് ഡിസ്റ്റൻസ് ഉണ്ടെങ്കിലും ഇവിടെ സ്ലീപ്പർ സെല്ലുകളാണ്. ഇത് നാളെ രാവിലെ സംഭവിക്കാം. എനിത്തിങ് ക്യാൻ ഹാപ്പൻ കേരളത്തിൽ. കാരണം നിങ്ങൾ ആ സോഷ്യൽ മീഡിയ അബിദ് അരിവാദ എക്സാമ്പിൾ ഞാൻ പറഞ്ഞത്, അവൻ്റെയൊക്കെ മീഡിയ എടുത്തു വെച്ച് നോക്കൂ, നിങ്ങൾ വായിച്ചു നോക്കൂ. ഞാൻ പറഞ്ഞ NIA-യും നമ്മുടെ നരേന്ദ്രമോദി സർക്കാരും ഒക്കെ ഈ ഒരു ഇന്റലിജൻസിൽ പൂർണ്ണ പരാജയമാണ്. അതിൻ്റെ കാര്യം എന്താണ്? ഇങ്ങനെയുള്ളവനെയൊക്കെ പൊക്കി അകത്താക്കണമെന്നേ. ഇങ്ങനെയുള്ള സ്ലീപ്പർ സെല്ലുകളാണ് കേരളത്തിലെ ഏറ്റവും വലിയ അപകടം. ഈ രാജ്യത്തിനകത്തിരുന്നുകൊണ്ട് രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്നവരാണ് ഏറ്റവും വലിയ അപകടം. പാകിസ്ഥാനിൽ വരുന്ന ജിഹാദികളല്ല, ഇവിടെ ഉള്ളിലുള്ള ജിഹാദികളാണ്. ഒന്ന് ആലോചിച്ച് നോക്ക്. എന്താണ് ഇവിടെ വേണ്ട ഒരു വഖഫ് ബില്ലിന്റെ സമരം നടന്നപ്പോഴത്തേക്ക് മറ്റേ ജിഹാദികളുടെ മറ്റേ ഗാസയിലെ ജിഹാദികളുടെ പടം വെച്ചിട്ടല്ലേ? ഇതാണ് മൈൻഡ് സെറ്റ്. അതേ ഞാൻ പറയും, ഇതാണ് ഒരു മൈൻഡ് സെറ്റ്. അങ്ങനെയുള്ളവരാണ് ഇവിടെ ഇരിക്കുന്നവനെയൊക്കെ പൊക്കി അകത്താക്കാതെ. ഇപ്പോൾ പോപ്പുലർ ഫ്രണ്ട് കുറെ ജിഹാദികളകത്ത് പോയപ്പോൾ തന്നെ പകുതി സമാനമില്ലേ? അതുമാതിരി ഇവനെയൊക്കെ പൊക്കി അകത്താക്കണം. ഒരു ഇതും നോക്കിയിട്ടില്ല. മതമാണെങ്കിൽ മതം, അവന് മുസ്ലിം ആണെങ്കിൽ മുസ്ലിം, അവൻ രാജ്യത്തിനെതിരാണോ അവനെ പൊക്കി അകത്താക്കണം, അവൻ അന്യമതസ്ഥർക്കെതിരാണോ അവനെ പൊക്കി അകത്താക്കണം. ഇത് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഈ പ്രശ്നം കഴിയും. കാരണം നമ്മുടെ നിയമം അതിനായിട്ട് ഉണ്ടാക്കി വെച്ചേക്കുന്നത്.
ആ നിയമം ഫലപ്രദമായി ഉപയോഗിക്കാൻ പറ്റുന്നില്ല. ഈ പറഞ്ഞ സബ്കാ സാത്ത് സബ്കാ വികാസ് എന്നൊക്കെ പറഞ്ഞ് അതിന്റെ പേരിൽ ഇതൊക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇത് അനുഭവിച്ചുകൊണ്ടിരിക്കും. ഇനി കൂടുതൽ അനുഭവിച്ചുകൊണ്ടിരിക്കും. ഇവിടുത്തെ സർക്കാരല്ലേ ഇതിൽ കുറച്ചുകൂടെ ജാഗരൂകരാണ്, സംസ്ഥാന ഇന്റലിജൻസ്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ കേരളത്തിലെ സർക്കാർ ഇതുവെല്ലാം ചെയ്യുന്നു? നിങ്ങൾക്ക് എന്തെങ്കിലും ധാരണയുണ്ടോ? ഹേയ്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ക്ഷേത്രഭൂമികൾ പിന്നെ PWD ഞാൻ പറഞ്ഞ പിണറായി എന്ന് പറഞ്ഞ ഒരു പഞ്ചായത്തിൽ നമ്മുടെ വിജയൻ്റെ സ്ഥലത്ത് അയാളുടെ വീടിനടുത്ത് ഉള്ളൊരു പഞ്ചായത്തിൻ്റെ പേര് ഞാൻ പറഞ്ഞത് പിണറായിലാണ് സ്ഥലം. അവിടെ ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ട് എൻ്റെ ഡീറ്റെയിൽസ്. അവിടെ ക്ഷേത്രഭൂമി കൈയേറി അവിടെ PWD റെസ്റ്റ് ഹൗസ് പണിയുന്നു. ഇത് ഭൂതാളം പോയി അന്വേഷിച്ചപ്പോഴത്തേക്ക് വില്ലേജ് ഒറിജിനൽ സെറ്റിൽമെൻറ്റ് രജിസ്റ്ററിലെ ക്ഷേത്രഭൂമിയും വില്ലേജ് ഓഫീസിലെ സെറ്റിൽമെൻറ്റ് രജിസ്റ്ററിൽ സർക്കാർ പുറംപോകും. തിരിമറി. വില്ലേജ് പഞ്ചായത്തുകാർ അറിഞ്ഞിട്ട് പോലില്ല. കാരണം പ്ലാനില്ല, പെർമിറ്റിന് റിക്വസ്റ്റ് ഇല്ല, ഒരു ചുക്കും ഇല്ലാതെ ഒരു കൺസ്ട്രക്ഷൻ. അപ്പോൾ എന്ത് നടക്കും ഇവിടെ? കേരളത്തിൽ എന്തും നടക്കും. കാരണം പിണറായി മരുമോനുമാണ് ഭരിക്കുന്നത്. എന്തും നടക്കും. ഗുണ്ടാളല്ലേ, നമുക്കൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഈ കേരളത്തിലെ ക്ഷേത്രങ്ങളുടെ സുരക്ഷ സംബന്ധിച്ച് ഇപ്പോൾ ടൂറിസ്റ്റ് കേന്ദ്രത്തിലാണ് ആക്രമണം നടന്നിരിക്കുന്നത്. നമുക്കറിയാം നോർത്ത് ഇന്ത്യയിൽ പരമാവധി എല്ലാ അമ്പലങ്ങളായാലും ടൂറിസ്റ്റ് സ്പോട്ടുകളായാലും ആർമിയുടെ കീഴിൽ വരുന്നതാണ്. പക്ഷേ കേരളത്തിൽ അങ്ങനെ ഒരു സെക്യൂരിറ്റി, ഇപ്പോൾ ശബരിമല പോലും സീസൺ സമയത്ത് മാത്രമാണ്. നിങ്ങൾ ഈ സെക്യൂരിറ്റി കാര്യം പറഞ്ഞു. നിങ്ങളൊരു കാര്യം വെച്ചാൽ നമ്മുടെ ഒരു ഗതികേട്, നമ്മുടെ ഭാരതം എന്ന് പറഞ്ഞാൽ 80% അല്ലെങ്കിൽ 85% ഹിന്ദുക്കൾ അല്ലെങ്കിൽ 75% ഹിന്ദുക്കളുണ്ടാകുന്ന മഹാഭൂരിപക്ഷമുള്ള രാജ്യമാണിത്. ഈ രാജ്യത്ത് ഹിന്ദു സ്ഥാപനങ്ങളിൽ മാത്രം മറ്റേ ഇതൊക്കെ വെച്ചിട്ട് പോലീസ് സെക്യൂരിറ്റി വെച്ച് മറ്റേ മെറ്റൽ ഡിക്റ്റേറ്ററുടെ അകത്തെ കടന്നു പോകേണ്ട ഒരു ഗതികേടിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഭയത്തിലാണ്. ഒരു മുസ്ലിം പള്ളിയിൽ നിങ്ങൾക്ക് അത് കാണിച്ചു തരാമോ? കാരണം അവിടെ ബോംബ് ഭീഷണി ഇല്ല. ഒരു ക്രിസ്ത്യൻ പള്ളിക്ക് ബോംബ് ഭീഷണി ഇല്ല. ഇപ്പോൾ ക്രിസ്ത്യൻ പള്ളിക്ക് വന്നു തുടങ്ങും അധികം താമസിക്കാതെ. പക്ഷേ ഹിന്ദുക്കളുടെ എല്ലാ ക്ഷേത്രവും ഗുരുവായൂരാണെങ്കിലും ശബരിമലയാണെങ്കിലും ശ്രീധർമ്മസ്വാമി ക്ഷേത്രമാണെങ്കിലും ബോംബ് ഭീഷണിയുണ്ട്. അത് കാരണം ഈ മെറ്റൽ ഡിക്റ്റേറ്ററിൽ കൂടെ കടന്ന് നമ്മൾ ഭയത്തിലാണ്. നമ്മൾ ഏത് സമയം കയറി അറ്റാക്ക് ചെയ്യുക. അതാണ് ഇന്ത്യയിലെ അവസ്ഥ. ഇതെന്തുകൊണ്ട് മാറ്റം വരുന്നില്ല? പിന്നെ എന്തോ ക്ഷേത്ര സംരക്ഷണം? ഒരു കാര്യമില്ല. ഇപ്പോൾ ജസ്ന സലീമൊക്കെ കയറി ഞരങ്ങല്ലേ ഗുരുവായൂർ ക്ഷേത്രത്തിൽ? എല്ലാം കമ്മികളല്ലേ ഭരിക്കുന്നത്? കമ്മി സഹാക്കൾ ഭരിക്കുന്ന ഒരു സ്ഥാപനത്തിൽ എന്ത് സംരക്ഷണം? അപ്പം വേണേൽ കയറി വിഗ്രഹം എടുത്തോണ്ട് നോക്കോളാൻ പറയും. അതാണ് ആ സഹാക്കളുടെ ഒരു ഗതികേട്. അപ്പോൾ ഈ ഒരു സംഭവത്തെ ഹിന്ദു മഹാസമ്മേളനത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ എങ്ങനെയാണ് നോക്കിക്കാം? അല്ല, ഹിന്ദു മഹാസമ്മേളനം എന്ന് പറഞ്ഞാൽ എന്തിനാണ്? നമ്മുടെ ലൈഫിൻ്റെ ഓരോ ഫാസറ്റിലും നമ്മൾ എന്താണ് നമ്മൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ, അതിനകത്ത് ചലഞ്ചസ് എന്താണ്, അതിനുള്ള പ്രതിവിധി എന്താണെന്നുള്ള ചർച്ച ചെയ്യുന്ന വേദിയാണിത്. തീർച്ചയായിട്ടും ഈ വിഷയങ്ങളെല്ലാം ചർച്ചയിലുണ്ടാവും. ഇവിടെ ഉണ്ട്, ഓൾറെഡി ആ ചർച്ചയിലുണ്ടത്. ഇവൻ നമ്മുടെ സാമ്പത്തികമായ ഉന്നമനത്തിന് ചെറുപ്പക്കാർ ചെയ്യേണ്ട കാര്യങ്ങൾ ഉൾപ്പെടെ അണ്ണാമലൈ ഉൾപ്പെടെ ആൾക്കാർ വന്ന് ഇവിടെ ചർച്ച ചെയ്യുന്നുണ്ട്. രാജീവ് ചന്ദ്രശേഖരൻ പങ്കെടുക്കുന്നുണ്ട്, സ്വാമിമാർ പങ്കെടുക്കുന്നുണ്ട്, ആധ്യാത്മിക വിഷയങ്ങളുണ്ട്. അപ്പോൾ ഇതൊരു നമ്മുടെ സമാജത്തിനൊരു സമഗ്രമായ ഒരു മുന്നേറ്റത്തിന് വേണ്ടിയിട്ട് ചർച്ച ചെയ്യുന്ന ഒരു വേദിയാണിത്. അതുകൊണ്ടാണ് നമ്മളിത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് എല്ലാ വർഷവും. ഓക്കെ, നമസ്തേ. ബ്രാൻഡിംഗ് പാർട്ട്ണർ എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ, ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം, ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്, തീർത്ഥയാത്ര.com, അയൺ ബിൽഡ് ഗുജറാത്ത്, PRS ഹോസ്പിറ്റൽ കിള്ളിപ്പാലം തിരുവനന്തപുരം. 5 തലമുറകളായി നിങ്ങൾക്കൊപ്പം. തുമ്പമൺ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട. ശ്രീമദ് സ്കന്ദപുരാണ മഹാസത്രം 2025 മെയ് 11 മുതൽ 18 വരെ. ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം, സ്കന്ദപുരാണ പാരായണം, മഹത് പ്രഭാഷണങ്ങൾ, പൂജഹോമാദികൾ, കലാസാംസ്കാരിക പരിപാടികൾ. സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു. മഹാസത്രവേദിയിൽ മെയ് 18 പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവ സുബ്രഹ്മണ്യ ശിവശാരിയാരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ദഹോമം. സ്കന്ദമഹാപുരാണ സത്രത്തിന്റെ ആദിമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ.